എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മൾ നോക്കാൻ പോണത് സെറ്റ് എന്നത് നമ്മൾ 4-5 ക്ലാസ്സായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സെറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി ചെയ്യണത്. അതായത് സംഗമം യോഗവും ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അത് എങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചാൽ, അതായത് നമ്പർ ഓഫ് എ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എങ്ങനെയാണ്? എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണെന്ന്, ഇല്ലേ? അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും പിന്നെ ഇനി നമ്മൾ ഒരെണ്ണം കൂടി പഠിച്ചു വെക്കണം. എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ആണ് വെച്ചെങ്കിൽ എങ്ങനെയാണ് വരിക? എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് സി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി മൈനസ് എൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ സി, പിന്നെ വരുന്നത് പ്ലസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഇത് നിങ്ങൾ ഓർത്തു വെക്കണേ. ഈ രണ്ട് വാക്യങ്ങളുമാണ് ഓർത്തു വെക്കേണ്ടത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിക്കൂ. എക്സ് യൂണിയൻ വൈയിൽ 50 അംഗങ്ങളും എക്സിൽ 28 അംഗങ്ങളും വൈയിൽ 32 അംഗങ്ങളും എങ്കിൽ എക്സ് ഇന്റർസെക്ഷൻ വൈയിൽ എത്ര അംഗങ്ങളുണ്ട്? നമുക്ക് തന്നിട്ടുണ്ട് എക്സ് യൂണിയൻ വൈ എത്രയാണെന്ന്. എൻ ഓഫ് എക്സ് യൂണിയൻ വൈ എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതുക? എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് വൈ മൈനസ് എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ ആണ്, അല്ലെ? എക്സ് ഇന്റർസെക്ഷൻ വൈ ആണ്. അപ്പൊ നമുക്ക് ഇതില് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? എക്സ് യൂണിയൻ വൈ, എൻ ഓഫ് എക്സ് യൂണിയൻ വൈ 50 എന്ന് തന്നിട്ടുണ്ട്, അല്ലെ? അപ്പൊ 50 ഈക്വൽ ടു എൻ ഓഫ് എക്സിൽ എത്ര അംഗങ്ങളുണ്ട്? 28 പ്ലസ് എൻ ഓഫ് വൈയിൽ എത്ര അംഗങ്ങളുണ്ട്? 32 മൈനസ് എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ. എക്സ് ഇന്റർസെക്ഷൻ വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലെ? അപ്പൊ എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിനെ ഇങ്ങോട്ട് കൊടുന്ന എന്ത് വരും? എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ ഈക്വൽ ടു 28 പ്ലസ് 32 മൈനസ് 50, അല്ലെ? അപ്പൊ എത്ര വരും? 28ഉം 2ഉം ആണ് 30. 30 30 60 മൈനസ് 50 എന്ന് പറഞ്ഞാൽ 10. അപ്പൊ 10 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സ്കൂളിൽ 20 അധ്യാപകർ ഗണിതം അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രം പഠിപ്പിക്കുന്നവരായിട്ടുണ്ട്. ഇവരിൽ 12 പേർ ഗണിതം പഠിപ്പിക്കുന്നു, 4 പേർ ഗണിതവും ഭൗതിക ശാസ്ത്രവും പഠിപ്പിക്കുന്നു. എത്ര അധ്യാപകർ ഭൗതികശാസ്ത്രം പഠിപ്പിക്കുന്നവരായി ഉണ്ട്, അല്ലെ? അപ്പൊ ഇതില് എന്താ പറഞ്ഞിരിക്കണേ നോക്കൂ. 20 അധ്യാപകരെ ഗണിതം അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രം, അല്ലെ? അപ്പം ഗണിതത്തിന് എം എന്ന് എടുക്കാം, ഭൗതിക ശാസ്ത്രത്തിന് ഫിസിക്സ് എന്നുള്ളതിന് പി എന്ന് കൊടുക്കാം, അല്ലെ? ഇനി എൻ ഓഫ് എന്താ തന്നിരിക്കണത്? എം യൂണിയൻ പി തന്നിട്ടുണ്ട്, അല്ലെ? അത് എത്രയാണ്? 20 എന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞേക്കണേ? ഇവരിൽ 12 പേർ ഗണിതം പഠിപ്പിക്കുന്നു. അപ്പൊ എൻ ഓഫ് എം എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. എൻ ഓഫ് പി എന്ന് പറയുന്നത് എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇനി എന്താണ്? 4 പേർ ഗണിതവും ഭൗതിക ശാസ്ത്രവും പഠിപ്പിക്കുന്നു. അതായത് എൻ ഓഫ് എം ഇന്റർസെക്ഷൻ പി എന്ന് പറയുന്നത് എന്താണ്? 4 എന്നുള്ളതാണ്. അപ്പൊ ഇതൊന്ന് നമുക്ക് എൻ ഓഫ് പി കെട്ടിയുടെ എങ്ങനെയാണ് നമ്മുടെ വാക്യം? എൻ ഓഫ് എം യൂണിയൻ പി ഈക്വൽ ടു എൻ ഓഫ് എം പ്ലസ് എൻ ഓഫ് പി മൈനസ് എൻ ഓഫ് എം ഇന്റർസെക്ഷൻ പി, അല്ലെ? അപ്പൊ ഇവിടുന്ന് നമുക്ക് എം യൂണിയൻ പിന് പകരം 20 എന്ന് എഴുതാം, ഈക്വൽ ടു 12 പ്ലസ് ഈ എൻ ഓഫ് പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, മൈനസ് 4. 12 മൈനസ് 4 8, അല്ലെ? അപ്പൊ ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി എന്താവും? 20 മൈനസ് 8 ആവും, അല്ലെ? ഈക്വൽ ടു എൻ ഓഫ് പി. അപ്പൊ എൻ ഓഫ് പി എന്താണ് വരിക? 20 മൈനസ് 8 എന്ന് പറഞ്ഞാൽ 12. 12 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 12 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 35 വിദ്യാർത്ഥികളുള്ള ഒരു ക്ലാസ്സിൽ 24 പേർ ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരും
16 പേർ ഫുട്ബോൾ കളിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരുമാണ്. ഓരോ കുട്ടിയും ഏതെങ്കിലും ഒരു കളി ഇഷ്ടപ്പെടുന്നു. എത്ര കുട്ടികളാണ് രണ്ട് കളിയും ഇഷ്ടപ്പെടുന്നത്? അതായത് നമുക്ക് കാണേണ്ടത് എന്താണ്? ഫുട്ബോളിന് എഫ് എന്നും ക്രിക്കറ്റിന് സി എന്നും അടയാളപ്പെടുത്തി ഞാൻ. അപ്പൊ എൻ ഓഫ് എഫ്, എൻ ഓഫ് സി, എൻ ഓഫ് എഫ് എസ് എന്താന്ന് തന്നിട്ടുണ്ടോ നോക്കണം. എൻ ഓഫ് സി എന്താന്ന് തന്നിട്ടുണ്ടോ നോക്കണം. എൻ ഓഫ് എഫ് യൂണിയൻ സി കണ്ടുണ്ടോ നോക്കണം. എൻ ഓഫ് എഫ് ഇന്റർസെക്ഷൻ സി ഏതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? എത്ര കുട്ടികളാണ് രണ്ട് കളിയും ഇഷ്ടപ്പെടുന്നത്? അതായത് എഫ് ഇന്റർസെക്ഷൻ സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് എഫ് തന്നുണ്ടോ നോക്കൂ. 35 വിദ്യാർത്ഥികളുള്ള ഒരു ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ ഒരു കളിയെങ്കിലും ഇഷ്ടപ്പെടുന്നവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എഫ് യൂണിയൻ സി എന്ന് പറയുന്നത് എന്താണ്? 35 ആണ് അല്ലെ? എൻ ഓഫ് എഫ് എന്ന് പറയുന്നത് ഫുട്ബോള് കളിക്കാൻ ഇഷ്ടപ്പെടുന്നവര് എത്രയാണ്? 16 പേരാണ്. ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നവർ എത്രയാണ്? 24 പേരാണ്. അപ്പൊ എൻ ഓഫ് എഫ് ഇന്റർസെക്ഷൻ സി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എൻ ഓഫ് എഫ് യൂണിയൻ സി എന്ന് പറയുന്നത് എൻ ഓഫ് എഫ് പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് എഫ് ഇന്റർസെക്ഷൻ സി ആണ്. അപ്പൊ എൻ ഓഫ് എഫ് ഇന്റർസെക്ഷൻ സി എങ്ങനെ കണ്ടുപിടിക്കും? എൻ ഓഫ് എഫ് പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് എഫ് യൂണിയൻ സി. അതായത് എൻ ഓഫ് എഫ് എത്രയാണ്? 16 പ്ലസ് 24 മൈനസ് എന്താണ്? 35 അല്ലേ? അപ്പൊ എന്ത് വരും? 16ഉം 4ഉം ആണ് 20. 40 മൈനസ് 35 അത് എത്ര വരും? 5 എന്ന് വരും. അപ്പൊ എന്താണ്? രണ്ടും കളിയും ഇഷ്ടപ്പെടുന്നവര് എത്ര പേരുണ്ട്? 5 പേരാണ് രണ്ട് കളിയും ഇഷ്ടപ്പെടുന്നവര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സ്കൂളിലെ 400 കുട്ടികളിൽ നടത്തിയ ഒരു സർവേയിൽ 100 പേർ ആപ്പിൾ ജ്യൂസ് കുടിക്കുന്നവരാണെന്നും 150 പേർ ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നവരാണെന്നും 75 പേർ ഇവ രണ്ടും കുടിക്കുന്നവരാണ്. ആപ്പിൾ ജ്യൂസ് ഓറഞ്ച് ജ്യൂസോ കുടിക്കാത്തവരുടെ എണ്ണം കണ്ടുപിടിക്കുക. അതായത് ഏതെങ്കിലും ഒന്ന് കുടിക്കണതായ എൻ ഓഫ് ആപ്പിളും ഓറഞ്ചും അല്ലേ? എയും ഓയും എടുക്കാം നമുക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ ബി എന്ന് എടുക്കാം. എൻ ഓഫ് എ എന്ന് പറയുന്നത് ആപ്പിൾ ജ്യൂസ് കുടിക്കുന്നവരാണ്. അപ്പൊ എന്താണ്? 100 പേര്. എൻ ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്? ഓറഞ്ച് ജ്യൂസ്, അതായത് 150 പേര്. ഇനി എന്താ പറഞ്ഞേക്കണത്? ആപ്പിൾ ജ്യൂസോ ഓറഞ്ച് ജ്യൂസോ കുടിക്കുന്നവര് എന്താണ്? 400 കുട്ടികളാണ് ആകെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഇനി എന്താ പറഞ്ഞിരിക്കണേ? 75 പേർ രണ്ടും കുടിക്കുന്നവരാണ്. അതായത് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് ഏതെന്ന് പറയുന്നത്? 75. അപ്പൊ നമുക്ക് ഇനി എന്താ എഴുതാം? ഏതെങ്കിലും ഒന്ന് കുടിക്കുന്നവരുടെ എണ്ണം കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? എൻ ഓഫ് എ യൂണിയൻ ബി, അതായത് ഏതെങ്കിലും ഒന്ന് കുടിക്കുന്നവരുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി അല്ലെ? അപ്പൊ എന്ത് വരും? 100 പ്ലസ് 150 മൈനസ് 75 അത് എത്രയാണ്? 250 മൈനസ് 75 അത് എത്രയാണ് വരിക? 175 അല്ലെ? അപ്പൊ 175 പേര് ഏതെങ്കിലും ഒന്ന് കുടിക്കുന്നവരാണ് അല്ലെ? ഓറഞ്ച് ജ്യൂസോ ആപ്പിൾ ജ്യൂസോ കുടിക്കുന്നവരാണ്. രണ്ടും കുടിക്കാത്തവരെ, ഒന്നും കുടിക്കാത്തവരെ, ആപ്പിൾ ജ്യൂസോ ഓറഞ്ച് ജ്യൂസോ കുടിക്കാത്തവരുടെ എണ്ണം എങ്ങനെയാ കണ്ടുപിടിക്കുക? ഈ എത്ര കുട്ടികളുണ്ട്? 400 കുട്ടികളിൽ നിന്ന് ആപ്പിൾ ജ്യൂസോ ഓറഞ്ച് ജ്യൂസോ കുടിച്ചവരുടെ എണ്ണം മൈനസ് ചെയ്താൽ നമുക്ക് രണ്ടും ആപ്പിൾ ജ്യൂസോ ഓറഞ്ച് ജ്യൂസോ കുടിക്കാത്തവരുടെ എണ്ണം കണക്കാക്കാം അല്ലെ? അപ്പൊ 400 മൈനസ് 175 എത്രയാണ്? 175ഉം 25ഉം ആണ് 200, പിന്നെ 200ഉം കൂടെ, അപ്പൊ 225 എന്ന് കിട്ടും. അപ്പൊ അതിന് നമ്മള് മാത്സ് രൂപത്തില് എങ്ങനെയാ പറയുക എന്നുള്ളതാണ്. അതായത് 225 നമുക്ക് കിട്ടണ ആൻസർ എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ എങ്ങനെ കിട്ടുമോ? അതായത് ആപ്പിൾ ജ്യൂസ് കുടിക്കാത്തവര് എ ഡാഷും ഓറഞ്ച് ജ്യൂസ് കുടിക്കാത്തവര് ബി ഡാഷും ആണ് വെച്ചെങ്കിൽ എൻ ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഡിമോർഗൻസ് ലോ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? എൻ ഓഫ് എ യൂണിയൻ ബി ഹോൾ ഡാഷ് ആണ് ഈ എൻ ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയുന്നത്. അപ്പൊ എൻ ഓഫ് എ യൂണിയൻ ബി ഹോൾ ഡാഷ് എങ്ങനെ കണ്ടുപിടിക്കും? എൻ ഓഫ്
സമസ്തഗണം എൻ ഓഫ് യുന്ന് മൈനസ് എൻ ഓഫ് എ യൂണിയൻ ബി. അത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തത്. 400ന്ന് 175 മൈനസ് ചെയ്തു, അപ്പൊ 225ആയി. അപ്പം മാത്സിന്റെ വഴിയിൽ നമ്മൾ എഴുതുമ്പോൾ ഡിമോർഗൻസ് ലോ നമ്മൾ എഴുതണം. പക്ഷെ നമുക്ക് ഒരു PSC ക്വസ്റ്റ്യൻ ആവുമ്പോൾ നമുക്ക് ഇതൊന്നും ബാധിക്കുന്ന കാര്യങ്ങളല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇത് 175 കിട്ടിക്കഴിഞ്ഞാൽ 400 മൈനസ് 175 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓറഞ്ചോ ആപ്പിളോ കുടിക്കാത്തവരെ കിട്ടും. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പ്രത്യേക ത്വക്ക് രോഗമുള്ള 200 പേരിൽ 120 പേർക്ക് C1 എന്ന മരുന്നും 50 പേർക്ക് C2 എന്ന മരുന്നും നൽകി. 30 പേർക്ക് C1 C2 എന്നീ 2 മരുന്നുകളും നൽകി. ചുവടെ പറയുന്നവരുടെ എണ്ണം കണക്കാക്കുക. C1 എന്ന മരുന്ന് ഉപയോഗിക്കുന്നവരും C2 എന്ന മരുന്ന് ഉപയോഗിക്കുന്നവരും. അതായത് നമുക്ക് തന്നതെല്ലാം നമ്മൾ എഴുതുക. എങ്ങനെയാണ് എഴുതുക? അതായത് എൻ ഓഫ് യു എന്ന് പറയണത്, അതായത് സമസ്ത ഗണം എന്ന് പറയണത് എത്രയാണ്? 200 പേരാണ് ആകെ ഉള്ളത്, അല്ലെ? C1 മരുന്ന് ഉപയോഗിക്കുന്നത് എൻ ഓഫ് C1 എന്ന് പറയണത് 50 പേരും എൻ ഓഫ് C2 എന്ന് പറയണത് എന്താണ്? 30 പേരാണ്, അല്ലെ? അല്ല, എൻ ഓഫ് C2 എവിടെ? C2 എന്ന മരുന്നും നൽകി. 50 പേർക്ക് C2 എന്ന മരുന്നും. C1 എന്ന് പറയുന്നത് എത്രയാണ്? 120 പേർക്കാണ്. ഇവിടുന്നാണ് നോക്കേണ്ടത്. 120 പേർക്കാണ് കേട്ടോ. അപ്പൊ 120 പേർക്ക് C1 എന്ന മരുന്നും 50 പേർക്ക് C2 എന്ന മരുന്നും. അപ്പൊ എൻ ഓഫ് C2 എന്ന് പറയുന്നത് ഏതായി? 50ആയി. ഇനി 30 പേർക്ക് എന്ത് വന്നു? C1 C2 എന്നീ 2 മരുന്നുകളും നൽകി. അപ്പൊ എൻ ഓഫ് C1 ഇന്റർസെക്ഷൻ C2 എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ്. അപ്പൊ നമുക്ക് എന്താണ്? C1 എന്ന മരുന്ന് ഉപയോഗിക്കുന്നവരും C2 ഉപയോഗിക്കാത്തവരും. C1 ഉപയോഗിക്കുന്നവരും C2 ഉപയോഗിക്കാത്തവരും. അപ്പൊ എന്താണ്? എൻ ഓഫ് C1 മൈനസ് C2, അല്ലെ? അതെങ്ങനെയാണ് കാണാ? എൻ ഓഫ് C1 മൈനസ് C2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ചിത്രത്തിൽ നോക്കാം. ചിത്രത്തിൽ നോക്കാം. C1 മൈനസ് C2 ആവുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? C1ൽ നിന്ന് C1 ഇന്റർസെക്ഷൻ C2 മൈനസ് ചെയ്താൽ മതി, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? C1 മൈനസ് C2 കിട്ടും. അപ്പൊ എങ്ങനെയാണ്? C1 എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 120 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 120 മൈനസ് C1 ഇന്റർസെക്ഷൻ C2 എന്ന് പറഞ്ഞാൽ 30. അപ്പൊ എത്രയാണ് വരിക? 90 എന്ന് വരും. ഇനി നമുക്ക് അടുത്തത് എന്താ പറയണത്? C2 ഉപയോഗിക്കുന്ന എന്നാൽ C1 ഉപയോഗിക്കാത്തവരുടെ എണ്ണം. അതായത് എൻ ഓഫ് C2 മൈനസ് C1. അതായത് എൻ ഓഫ് C2 മൈനസ് C1 എങ്ങനെ കിട്ടുക? C2 ഈ ഭാഗം. അപ്പൊ C2 മൈനസ് C1 ഇന്റർസെക്ഷൻ C2. എൻ ഓഫ് C2 മൈനസ് എൻ ഓഫ് C1 ഇന്റർസെക്ഷൻ C2. അത് എത്രയാണ് വരിക നോക്കൂ? C2. അപ്പൊ എൻ ഓഫ് C2 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 50 ആണ്. 50 മൈനസ് എൻ ഓഫ് C1 ഇന്റർസെക്ഷൻ C2 എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ്. അപ്പൊ എത്രയാ വരിക? 50 മൈനസ് 30 20 എന്ന് വരും. ഇനി എന്താണ്? C1 അല്ലെങ്കിൽ C2 ഉപയോഗിക്കുന്നവരുടെ എണ്ണം. അതായത് എൻ ഓഫ് C1 യൂണിയൻ C2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനെന്താ ചെയ്യാ? നമുക്ക് വാക്യുണ്ട്, അല്ലെ? എൻ ഓഫ് C1 പ്ലസ് എൻ ഓഫ് C2 മൈനസ് എൻ ഓഫ് C1 ഇന്റർസെക്ഷൻ C2. അത് എത്രയാണ് വരിക? C1 എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 120 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 120 പ്ലസ് C2 എത്രയാണ്? 50 ആണ്. മൈനസ് C1 ഇന്റർസെക്ഷൻ C2 നമ്മള് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? C1 ഇന്റർസെക്ഷൻ C2 അത് 30 ആണെന്ന് തന്നിട്ടുണ്ട്, അല്ലെ? അപ്പൊ മൈനസ് 30. അപ്പൊ 170 മൈനസ് 30 അത് എത്രയാണ് വരിക? 140. അപ്പൊ ആൻസർ കിട്ടി. ഇനി നമുക്ക് അതിന്റെ എക്സസൈസുകൾ ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കിയോളൂ. എൻ ഓഫ് എക്സ് ഈക്വൽ ടു 17, എൻ ഓഫ് വൈ ഈക്വൽ ടു 23, എൻ ഓഫ് എക്സ് യൂണിയൻ വൈ ഈക്വൽ ടു 38.
ആയ രണ്ട് ഗണങ്ങളാണ് എക്സ് വൈ എന്നിവ. എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ. നമുക്കറിയാം എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ കണ്ടുപിടിക്കുക എങ്ങനെയാണ്? എക്സ് ഇന്റർസെക്ഷൻ വൈ ഈക്വൽ ടു എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് വൈ മൈനസ് എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ. നമുക്ക് PSCയിലാവുമ്പോൾ നമുക്ക് ഇതൊന്നും എഴുതാനുള്ള നേരം ഉണ്ടാവില്ല. നിങ്ങൾ വേഗം അത് ചെയ്ത് പഠിക്കണം കേട്ടോ, അപ്പോഴേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 17 ആണെന്ന്, പിന്നെ എൻ ഓഫ് വൈ 23 ആണെന്ന് തന്നിട്ടുണ്ട്. എക്സ് യൂണിയൻ വൈ തന്നിട്ടുണ്ട് അല്ലെ, അതായത് ഇത് തന്നിട്ടുണ്ട് 38 എന്ന്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എക്സ് ഇന്റർസെക്ഷൻ വൈ ആണ്. അപ്പൊ ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പൊ എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ എന്ന് പറയുന്നത് എന്ത് വരും? 17ഉം 23ഉം കൂടി കൂട്ടിയ 23 7 30, 30ഉം 10ഉം 40. 40 മൈനസ് ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി -38 ആവും അല്ലെ. 40 - 38 എത്രയാണ്? 2. അപ്പൊ എക്സ് ഇന്റർസെക്ഷൻ വൈ എന്താണ് ആൻസർ വരിക? 2 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എക്സിൽ 8 അംഗങ്ങളും വൈയിൽ 15 അംഗങ്ങളുമാണ് ഉള്ളത്. എക്സ് യൂണിയൻ വൈയിൽ 18 അംഗങ്ങളുണ്ട് എങ്കിൽ എക്സ് ഇന്റർസെക്ഷൻ വൈയിൽ എത്ര അംഗങ്ങളുണ്ട്? അപ്പൊ എക്സ് യൂണിയൻ വൈ ഈക്വൽ ടു 18 ഈക്വൽ ടു എൻ ഓഫ് എക്സ് എത്രയാണ്? 8 പ്ലസ് എൻ ഓഫ് വൈ എത്രയാണ്? 15 മൈനസ് എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ. ഇങ്ങനെ എഴുതാനുള്ള നേരെ ഉണ്ടാവുള്ളൂ. എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? 15ഉം 8ഉം കൂടി കൂട്ടി എത്രയാണ്? 23. 23 മൈനസ് 18 ചെയ്താൽ എത്രയാണ്? 5 അല്ലെ. അപ്പൊ 5 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 400 ആൾക്കാരിൽ 250 പേർ ഹിന്ദിയും 200 പേർ ഇംഗ്ലീഷും സംസാരിക്കുന്നവരാണ്. ഹിന്ദിയും ഇംഗ്ലീഷും സംസാരിക്കുന്നവരായി എത്ര പേരുണ്ട്? അതായത് 400 ആൾക്കാരാണ് ആകെയുള്ളത് അല്ലെ. എക്സ് യൂണിയൻ വൈ എന്ന് പറയുന്നത് 400 ആണ്. എക്സ് എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എൻ ഓഫ് എക്സ് യൂണിയൻ വൈ ആണ് കേട്ടോ. എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് 250ഉം എൻ ഓഫ് വൈ എന്ന് പറയുന്നത് 200ഉം ആണ് വെച്ചെങ്കിൽ എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ എങ്ങനെ കണ്ടുപിടിക്കും? എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് വൈ മൈനസ് എൻ ഓഫ് എക്സ് യൂണിയൻ വൈ അല്ലെ. അപ്പൊ 250 പ്ലസ് 200 450 മൈനസ് 400 50. ഇത്രയേ ഉള്ളൂ. നമുക്ക് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാനേ ഉള്ളൂ. ഇതൊന്നും ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ നോക്കുക, എന്നിട്ട് ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഗണം എസിൽ 21 അംഗങ്ങളും ഗണം ടിയിൽ 32 അംഗങ്ങളും ഉണ്ട്. എസ് ഇന്റർസെക്ഷൻ ടിയിൽ 11 അംഗങ്ങളും ഉണ്ടെങ്കിൽ എസ് യൂണിയൻ ടിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടാവും? എൻ ഓഫ് എസ് യൂണിയൻ ടി എങ്ങനെയാ കണ്ടുപിടിക്കുക? എൻ ഓഫ് എസ് അതായത് 21 പ്ലസ് എൻ ഓഫ് ടി 32 മൈനസ് എൻ ഓഫ് എസ് ഇന്റർസെക്ഷൻ ടി അതായത് 11. അപ്പൊ ഇങ്ങനെയാണ് 21ഉം 32ഉം കൂടി കൂട്ടിയ എത്രയാണ്? 53 മൈനസ് 11 എത്രയാണ്? 2 42 അല്ലെ. 42ഉം 10ഉം 52 1ഉം 53. അപ്പൊ 42 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗണം എക്സിൽ 40 അംഗങ്ങളും എക്സില് 40 അംഗങ്ങള്, എക്സ് യൂണിയൻ വൈയില് 60 അംഗങ്ങള്, എക്സ് ഇന്റർസെക്ഷൻ വൈ തന്നിട്ട് 10 അംഗങ്ങള്. അപ്പൊ എന്താണ്? വൈയില് എത്ര അംഗങ്ങൾ ഉണ്ട് എന്നാണ് അറിയേണ്ടത്. അപ്പൊ എൻ ഓഫ് എക്സ് യൂണിയൻ വൈ അതായത് 60 എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? 40 പ്ലസ് എൻ ഓഫ് വൈ മൈനസ് 10 അല്ലെ. എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് വൈ മൈനസ് എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ. അതായത് ഇവിടെ എന്നെ നിർത്തുക എൻ ഓഫ് വൈനെ. അപ്പൊ എൻ ഓഫ് വൈ ഈക്വൽ ടു 40 മൈനസ് 10 30. ആ 30നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴോ 60 മൈനസ് 30 30. അപ്പൊ എൻ ഓഫ് വൈ എന്ന് പറയുന്നത് എത്രയായി വരും? 30 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എഴുപത് പേരുടെ ഒരു സംഘത്തിൽ 37 പേർക്ക് കാപ്പി കുടിക്കാനാണ് ഇഷ്ടം. 52 പേർ ചായ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നു. എല്ലാവരും ചായ, കാപ്പി ഇവയിൽ ഏതെങ്കിലും ഒന്നെങ്കിലും കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ കാപ്പിയും ചായയും കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം കണക്കാക്കുക. അതായത് രണ്ടും കുടിക്കുന്നവരുടെ എണ്ണമാണ് കണക്കാക്കേണ്ടത്. ചായയോ കാപ്പിയോ കുടിക്കുന്നവരുടെ എണ്ണം എത്രയാണ്? 70 ആണ് അല്ലെ.
അപ്പൊ എക്സ് യൂണിയൻ വൈ എന്ന് പറയുന്നത് എത്രയാണ്? 70 ആണ്. ഇനി എക്സ് എന്ന് പറയുന്നത് എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 37 ആണ്. എൻ ഓഫ് വൈ എന്ന് പറയുന്നത് എത്രയാണ്? 52 ആണ്. അപ്പൊ ഇനി നമുക്ക് എന്താ കാണേണ്ടത്? എക്സ് ഇന്റർസെക്ഷൻ വൈ. രണ്ടെണ്ണം കുടിക്കാൻ കാപ്പിയും ചായയും കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം, അതായത് എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എക്സ് ഇന്റർസെക്ഷൻ വൈ ഈക്വൽ ടു എന്ത് വരും? എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് വൈ മൈനസ് എൻ ഓഫ് എക്സ് യൂണിയൻ വൈ. അതായത് 37ഉം 52ഉം കൂടി കൂട്ടുക മൈനസ് 70. അതായത് എത്ര വരും? 7 2 9, 89 മൈനസ് 70 അല്ലേ? 52ഉം 30ഉം 82ഉം 7ഉം 89 മൈനസ് 70. അതായത് എത്ര വരും? 19 അല്ലേ? 19 ആളുകളാണ് കാപ്പിയും ചായയും കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 65 പേരുള്ള ഒരു സംഘത്തിൽ 40 പേർക്ക് ക്രിക്കറ്റ് കളിക്കാനാണ് ഇഷ്ടം. 10 പേർക്ക് ക്രിക്കറ്റും ടെന്നീസും കളിക്കാൻ ഇഷ്ടമാണ്. ടെന്നീസ് മാത്രം കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം കണ്ടുപിടിക്കുക. ടെന്നീസ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം കണ്ടുപിടിക്കുക. അപ്പൊ ഇങ്ങനെയാണ് ടെന്നീസ് മാത്രം കളിക്കാൻ ഇഷ്ടപ്പെടുന്നവര്. അതായത് 40 പേർക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമാണ് അല്ലെ? എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് 40 ആണെന്ന് വിചാരിക്കാം. ഇനി 65 പേര് ഉണ്ട് ആകെ. എക്സ് യൂണിയൻ വൈ എന്ന് പറയുന്നത് എത്രയാണ്? 65 ആണ്. ഇനി എന്താണ്? 10 പേർക്ക് ക്രിക്കറ്റും ടെന്നീസും കളിക്കാൻ ഇഷ്ടമാണ്. അതായത് എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ എന്ന് പറയുന്നത് എത്രയാണ്? 10 പേരാണ്. അപ്പൊ എൻ ഓഫ് വൈ കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എൻ ഓഫ് എക്സ് യൂണിയൻ വൈ ഈക്വൽ ടു എൻ ഓഫ് എക്സ് യൂണിയൻ വൈ ഈക്വൽ ടു എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് വൈ മൈനസ് എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഇനി ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? എൻ ഓഫ് വൈ കണ്ടുപിടിക്കണം. എൻ ഓഫ് വൈ കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? എൻ ഓഫ് വൈ ഈക്വൽ ടു എൻ ഓഫ് എക്സ് യൂണിയൻ വൈ പ്ലസ് എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ മൈനസ് എൻ ഓഫ് എക്സ് അല്ലെ? എക്സ് യൂണിയൻ വൈ എത്രയാണ്? 65 പ്ലസ് എക്സ് ഇന്റർസെക്ഷൻ വൈ എത്രയാണ്? 10 മൈനസ് എൻ ഓഫ് എക്സ് എത്രയാണ്? 40. അപ്പൊ 75 മൈനസ് 40 എത്രയാണ്? 35. അപ്പൊ 35 പേരാണ് ടെന്നീസ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നവര്. ഇനി ടെന്നീസ് മാത്രം കളിക്കാൻ ഇഷ്ടപ്പെടുന്നവര് എന്ന് പറഞ്ഞാൽ ഈ 35 ആളിന്ന് രണ്ടും കളിക്കുന്നവര് ഇഷ്ടപ്പെടുന്നവരെ മൈനസ് ചെയ്താൽ മതി അല്ലെ? 35 മൈനസ് 10 അതായത് 25 പേര്. അപ്പൊ ഇങ്ങനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമിതിയിൽ 50 പേർ ഫ്രഞ്ച് സംസാരിക്കുന്നവരും 20 പേർ സ്പാനിഷ് സംസാരിക്കുന്നവരുമാണ്. 10 പേർ 2 ഭാഷയും സംസാരിക്കുന്നവരാണ്. എത്ര പേർ കുറഞ്ഞത് ഒരു ഭാഷയെങ്കിലും സംസാരിക്കുന്നുണ്ട്? അതായത് യൂണിയൻ വൈ ആണ്, എക്സ് യൂണിയൻ വൈ ആണ് കാണേണ്ടത് അല്ലെ? എക്സ് യൂണിയൻ വൈ എങ്ങനെ കണ്ടുപിടിക്കും? എൻ ഓഫ് എക്സ് എത്രയാണ്? 50 ആണ്. എൻ ഓഫ് വൈ എത്രയാണ്? 20 ആണ്. രണ്ട് ഭാഷയും സംസാരിക്കുന്നവര് 10 ആണ്. അപ്പൊ മൈനസ് 10 അതായത് 70 മൈനസ് 10 അത് എത്രയാണ്? 60. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.